വിഷപ്പിന്റെ കലിപ്പും സജിയുടെ മാപ്പും. ബിഷപ്പന്മാർ ചുവന്ന നൈറ്റിയും ഇട്ട് അംശവടിയും പിടിച്ച് ഞങ്ങൾ അന്തം കമ്മിറ്റിയും സ്വരുക്കുന്ന പരിപാടിക്ക് വന്ന് കേക്കും നിന്ന് വീഞ്ഞും കുടിച്ചു പോയാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇവർ പ്രധാനമന്ത്രിയോ BJP ഒരുക്കുന്ന പരിപാടിയിൽ പോയാൽ ഞങ്ങൾ വായിൽ തോന്നിയതൊക്കെ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പോകും. കഴിഞ്ഞ തവണ ക്രിസ്മസ് നോയമ്പ് വീടുന്നതിന് മുമ്പ് പിണറായി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് പങ്കെടുത്ത് മുട്ടയും റമ്മും കുഴിച്ചുണ്ടാക്കിയ റമ്മും തിന്ന് വീഞ്ഞും കുടിച്ച ബിഷപ്പന്മാരെ വിശ്വാസികൾ പഞ്ഞിക്കിട്ടത് എന്തോ ചെറിയാൻ കണ്ടില്ല എന്ന് തോന്നുന്നു. സജി ചെറിയാൻ ആവേശം മൂത്ത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുകയും അബദ്ധത്തിൽ ചെന്നിച്ചാടുകയും ചെയ്യുന്നത് ഇതാദ്യമായല്ല. മോശമായ ഭരണഘടനാ പരാമർശം നടത്തിയതിന് മന്ത്രിപദം വരെ പോയ ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ അറിയാതെ സത്യം പറഞ്ഞു വീണ്ടും ഇതാ സജി ചെറിയാൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുന്നപ്ര വടക്ക് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു സജി ചെറിയാൻ ഈ സത്യപ്രസ്താവന നടത്തിയത്. ചില ബിഷപ്പുമാർക്കൊക്കെ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരും വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് BJPക്ക് സീറ്റ് കിട്ടണം, അതിനാണല്ലോ വിളിച്ചത്. അല്ല ഇവരുള്ള സ്നേഹം കൊണ്ടല്ലോ. ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള അർജുണ്ടോ? ഒരു അർജുവില്ല. എന്നിട്ട് BJPക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ജനിച്ചിരുന്ന് ഞങ്ങൾ BJP ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ ഇന്ന് പ്രകാരം സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിലെ കുപ്പായ കൂതാശ തൊഴിലാളികൾക്ക് ഹാലിളകി. കേരളത്തിലെ കുപ്പായ തൊഴിലാളി അസോസിയേഷൻ നേതാവ് ക്ലിമീസ് മെത്രാൻ സജി ചെറിയാൻ ഛർദ്ദിച്ച ഈ പ്രസ്താവനയെടുത്ത് തിരിച്ചു വിഴുങ്ങുന്നതുവരെ സർക്കാരുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തില് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച് അതില് ഏതാനും മത മേലധ്യക്ഷന്മാരെ സംബന്ധിച്ചതിനെ കുറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നത് വരെ സർക്കാരുമായിട്ടുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതു സമീപനത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും. സർക്കാരിന് എപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും ഗുണപരമായ പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് കേരളത്തിലെ സഭകൾക്കുള്ളത്, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സാഹചര്യം സാംസ്കാരിക വകുപ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രസ്താവന എത്രയും വേഗം പിൻവലിക്കണമെന്നതാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആവശ്യം. മെത്രാന്മാർ സർക്കാരുമായി സഹകരിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മോ അറിയാമല്ലോ, കേരളത്തിൽ ഭരണസ്തംഭനം തന്നെ ഉണ്ടാവില്ലേ? ഇവരല്ലേ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തള്ളി നീക്കുന്നത്? അരമനകളിലിരുന്ന് അണ്ടിപ്പരിപ്പും നിന്ന് വീഞ്ഞും കുടിച്ച് ആനാവെള്ളം തളിക്കുന്നത് കൊണ്ടല്ലേ സർക്കാർ ചലിക്കുന്നത്? അപ്പോൾ ബിഷപ്പിന്റെ ഭീഷണിക്ക് വഴങ്ങാതിരിക്കുവാൻ പറ്റുമോ? കഥയില്ലാത്തവരാണെങ്കിലും സജി ചെറിയാൻ പറഞ്ഞതിൽ തെറ്റെന്താണെന്ന് കേരളത്തിലെ ബിഷപ്പന്മാരോട് ചോദിക്കുവാനുള്ള ആർജവം പക്ഷേ പരട്ടച്ചങ്കനില്ലാതെ പോയി. ഭരണം താങ്ങി നിർത്തുന്നത് തന്നെ നാട്ടിലെ 2 ന്യൂനപക്ഷങ്ങളുടെ കാലിലല്ലേ? അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം കൈവിട്ടതിനെ തുടർന്ന് നാണം കെട്ട് സജി ചെറിയാൻ താൻ പുന്നപ്രയിൽ ഏതാനും പേർ മാത്രം കാണുക ഛർദ്ദിച്ചത് ലോകം മുഴുവനും കാണുക വീണ്ടും വാരിയെടുത്ത് ഒരു എളുപ്പമില്ലാതെ വിഴുങ്ങി. ആ ഗതികേടിന്റെ വിഷ്വൽ നമുക്കൊന്ന് കാണാം. ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിന്റെയും മീനിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ആ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും
ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല. ആരെയാണ് ഇവർക്ക് ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണ്ടേ? എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോട് സംരക്ഷിക്കേണ്ടേ? ആ കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതിൽ എന്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ അവിടെ പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വെക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. കാരണം എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനമാണ്. നമ്മൾ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പള്ളിത്തന്തന്മാർക്ക് ക്രിസ്തുവിനെ പേടിയില്ലെങ്കിലും മോദിജിയെ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് അവന്മാർ വളരെ അനുസരണയോടെ പോയി മിണ്ടാതിരുന്ന് വിരുന്ന് ശാപ്പിട്ടത്. തീറ്റയും കഴിഞ്ഞ് പള്ളികളിൽ വന്ന് വിഷം കലക്കുകയും ഇവന്മാർ കട്ടും മോട്ടിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയത് ഇടി കൊണ്ടുപോകാതിരിക്കുവാനും വേണ്ടി മാത്രമാണ് ഇവന്മാർ ഇത്തരം പാർട്ടികളിൽ പോയി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് രഹസ്യമായി വിശ്വാസികളുടെ മനസ്സിൽ BJP വിരോധം കുത്തിവെക്കുകയും പരസ്യമായി പാർട്ടിക്ക് പോവുകയും ചെയ്യുന്ന ഈ പള്ളിത്തന്തന്മാരെ പഞ്ഞിക്കിടേണ്ടുന്നത് ഓരോ വിശ്വാസിയുടെയും ചുമതലയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സജി ചെറിയാൻ വെളിവില്ലാതെ ചോദിച്ചതാണെങ്കിലും എന്തുകൊണ്ടാണ് മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാത്തതെന്നും ക്ലെമീസ് മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം ആടിനെ കശാപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണടച്ച് കുറുക്കനെ പോലെ നിൽക്കുന്ന നീ ഏത് കോപ്പിലെ ഇടയനാടാ ക്ലെമീസെ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.